കിട്ടിയല്ലോ. വി ഗോട്ട് സെലക്ടഡ് ഫോർ ദ ഇന്റർവ്യൂ. അപ്പോ ജോബ് എന്താ, കാര്യങ്ങൾ എന്താന്നൊക്കെ ഞാൻ പറയാം, കൂട്ടത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്ങാനും ഉണ്ടാവും പറയാന്. ഇപ്പൊ എന്തായാലും ഞാൻ ഉമ്മാനൊക്കെ കാണിച്ചു തരാം. ഉമ്മി പപ്പയൊക്കെ വന്നിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഞങ്ങള് വന്നപ്പോ ജോലി കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. കിട്ടിയെന്നപ്പോ ഒരു സന്തോഷം. അതേപോലെ പള്ളനുള്ളൂ കൂടെ ഒരു കാള. ഒരാൾ ഇവിടെ കിളി പോയി നിക്കണ്ട്. ഇപ്പോഴും എന്നോട് മുണ്ടണില്ല, മെയിൻ ചെയ്യാനും മെയിനില്ല. എന്നാ ഞാൻ ചോദിച്ചു ജോലിക്ക് പോണില്ലാന്ന്. അപ്പൊ പപ്പക്ക് അതും പറ്റൂല. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഇവരെ ഒറ്റക്കിട്ട് പോവാറിയുമ്പോ നമുക്ക് സമാധാനക്കേടല്ലേ, ഒരു പേടി. അപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇതെനിക്ക് ഇന്റർവ്യൂ കിട്ടിയ അന്നെടുത്ത ക്ലിപ്പാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അന്ന് ഞാൻ എടുത്ത വ്ളോഗാണ്. അതായത് എൻ്റെ ട്രെയിനിങ് ഡേയ്സിലുള്ളത്തെ വ്ളോഗ് കിട്ടും. അപ്പം രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിക്കാണ് കേട്ടോ. അപ്പം രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി അല്ല കേട്ടോ, അത് ലെമൺ റൈസ് ആണ്. കാരണം ഞാൻ ആദ്യം ബിരിയാണിയാണ് കരുതിയിട്ട് തിന്നത്. ഇപ്പോൾ ഞാനത് മനസ്സിലായത് അത് ലെമൺ റൈസ് ആയിരുന്നു എന്ന്. അപ്പൊ ബെഡൊക്കെ റെഡിയാക്കി വെച്ചിക്കണു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു വന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്നും വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാവുക. പക്ഷെ ഓരോ ദിവസവും ഓരോ ഫുഡാണ് കേട്ടോ. ഇപ്പോൾ 1 വീക്കായി ഞങ്ങളിവിടെ വന്നിട്ട്. ഇത്ര ദിവസമായിട്ടും ഇന്നാണ് റിപ്പീറ്റ് അടിക്കൽ നടത്തിയത്. ഈ 7 ദിവസം വേറെ വേറെ ഫുഡായിരുന്നു. അങ്ങനെ ഈ തിരക്കുള്ള ഇടയിലും ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ സ്കിൻ. എൻ്റെ സ്കിന്ന് ഫ്രഷ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയി വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി ഓഫീസിൻ്റെ ഔട്ട്ഡോറിലൊക്കെ ഞാൻ ഹവേഴ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ലാക്മെ അക്വാജൽ യൂസ് ചെയ്യണം കേട്ടോ. അതിൽ 1% നിയാസിനമൈഡ് SPF 50 ഉണ്ട്. ഡെയിലി പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ ആയിട്ട് ഞാൻ ഇത് യൂസ് ആക്കൽ. ഹാംഫുൾ UV റേസിന് സ്കിന്നെ പ്രൊട്ടക്റ്റ് മാത്രമല്ല ഇത് ചെയ്യുക, 1% നിയാസിനമൈഡ് കൊണ്ട് സ്കിൻ ടോൺ ബ്രൈറ്റനും ചെയ്യും. ഈ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ ഇറ്റ് ഫീൽ ലൈറ്റ് വെയിറ്റ് ഓൺ മൈ സ്കിൻ. ഇത് മുഖത്ത് ഒട്ടിപ്പിടിക്കൂല, വിച്ച് ഈസ് പെർഫെക്റ്റ് ഫോർ മൈ ബിസി ഡേ. അത് പെട്ടെന്ന് അബ്സോർബ് ആവും ബൈ ഗിവിംഗ് മി എ ഫ്രഷ് ആൻഡ് നോൺ ഗ്രീസി ഫിനിഷ്. പെർഫെക്റ്റ് ഫോർ ലോങ് ഹവേഴ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഓഫീസ്. ലാക്മെ അക്വാജൽ 1% നിയാസിനമൈഡ് SPF 50 സൺ പ്രൊട്ടക്ഷനിൽ കൂടുതൽ തരുട്ടോ. എന്റെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും സ്കിൻ ഈവൻ ഔട്ട് ചെയ്ത് ത്രൂ ഔട്ട് ദ ഡേ ഹൈഡ്രേറ്റ് ചെയ്തു വെക്കും. വിത്ത് SPF 50 PA+++, I'm confident that എൻ്റെ സ്കിൻ സൺ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. അത് ഇനി ഞാൻ എവിടെ പോയാലും അങ്ങനെ ഉണ്ടോ, നമ്മൾ വർക്കിലാണേലും എത്ര തിരക്കിലാണേലും ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രൊട്ടക്ട് യുവർ സ്കിൻ വിത്ത് ലാക്മെ അക്വാജൽ 1% നിയാസിനമൈഡ് SPF 50. Stay fresh, protect and glowing all day long. Now say goodbye to oily skin and say hello to glowing even complexion with Lakme Sun Expert SPF 50 PA++++ sunscreen. അങ്ങനെ ഒരുങ്ങി കെട്ടി ഞാൻ പുറപ്പെട്ടു ഓഫീസിലോട്ട്. അപ്പോൾ ഇതാ നല്ല ഭംഗിയിൽ രംഗോലിയൊക്കെ നമ്മൾ പാട്ടി വരച്ച് വെച്ചിട്ടുണ്ട്. രംഗോലി മാത്രമല്ല തേങ്ങ വരുന്നുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും ആദ്യം ഇത് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ചിലപ്പോൾ റെൻ്റ് അടക്കാത്തവരെ തലയിൽ വീഴാൻ വേണ്ടി വെച്ചതാക്കരുന്ന്. പിന്നെ അന്നറിയാതെ ഇപ്പം അറിയണൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ കറക്റ്റ് ബാംഗ്ലൂരിലല്ല, ഔട്ട്സൈഡ് ഓഫ് ബാംഗ്ലൂരാണ്, കുണ്ടലഹള്ളിയിലാണ്. ആൻഡ് സോ ഞങ്ങൾ ടൗണിലല്ല, കുറച്ച് വില്ലേജ് ഏരിയയിലാണ്. അങ്ങനെ നമ്മൾ ഗോപാലേട്ടൻ്റെ ചായക്കട അല്ലാത്ത ഗോപാലൻ എൻ്റർപ്രൈസ് എത്തി. അങ്ങനെ കമ്പനിയിലെത്തി ബയോമെട്രിക് ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ ട്രെയിനിങ് റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങളാട്ടോ ഫസ്റ്റ് എത്തിയത്. ഗൈസ് ടുഡേ വി റീച്ച് സോ ഏർലി. ഇന്നലെ 2-3 ദിവസമായിട്ട് നേരം വൈകിട്ടല്ല, കുറച്ച് വൈകിട്ടായിരുന്നു. പക്ഷെ ഇവിടേക്ക് വൈകി വരലില്ല കേട്ടോ. ഗൈസ് ടുഡേ വി റീച്ച് സോ ഏർലി. ഞങ്ങളാണ് ഇന്നിപ്പോൾ ട്രെയിനിങ് റൂമിൽ ഫസ്റ്റ് ഉള്ളത്. അതാ ഞാൻ ലൈവ് വോയിസ് കൊടുക്കാൻ നിന്ന് മൂഞ്ചിയ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ലൈവ് വോയിസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പലരും കയറി വരികയാണ്. പിന്നെ ഞാൻ ലൈവ് വോയിസ് കൊടുത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിങ് എന്ന് പറയുന്നത് നല്ല സുഖമുള്ള കാര്യമൊന്നുമല്ല. കാരണം മൂപ്പര് ഫുള്ള് വന്ന് ക്ലാസ് എടുക്കുമെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടേ ക്ലാസ് എടുക്കുകയുള്ളൂ. കാരണം പഠിക്കാൻ അത്രയേറെ ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. ഞങ്ങൾക്ക് ടോട്ടൽ 10 days ആയിരുന്നു ട്രെയിനിങ്. അതിൽ 7 ദിവസം ഞങ്ങൾക്ക് അവിടെ ക്ലാസ് ആയിരുന്നു. പിന്നത്തെ ദിവസം ഫ്ലോറിലായിരുന്നു കേട്ടോ. ക്ലാസ്സിനേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഫ്ലോറിൽ ചെന്നിട്ട് കാര്യങ്ങൾ നേരിട്ട് ചെയ്തപ്പോഴാണ്. അങ്ങനെ ട്രെയിനിങ് ഡേയ്സിൽ ഞങ്ങൾക്ക് ഇൻ്റർവെൽ ഉണ്ടാവലുണ്ട്. ആ ടൈമിൽ എടുക്കണതാണ് കേട്ടോ ഇതൊക്കെ. ട്രെയിനിങ് നല്ല രസമായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫ് കിട്ടിയത് ട്രെയിനിങ് പീരീഡിലാണ്. കാരണം കൂടെയുള്ള ആൾക്കാരുടെ സ്വഭാവം നല്ല സെറ്റ് ആയിരുന്നു. പോരാത്തിന് ട്രെയിനറും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ PG കട പോണേ. Guys, we are going to have our lunch.
ഞങ്ങൾ PG പോയിട്ടാണ് കേട്ടോ ഉച്ചക്ക് ഫുഡ് കഴിക്കൽ. എനിക്കറിയില്ല, എനിക്ക് നല്ലോണം വയറുവേദനിക്കാം. നടക്കാനൊന്നും വയ്ക്കണില്ല. എനിക്ക് സാധാരണ വയറുവേദന ഉണ്ടാവില്ല. ഇന്നിപ്പോൾ എന്ത് മോഡൽ വയറുവേദനയാണാവോ. ഈ വീഡിയോക്ക് വോയിസ് എടുക്കുമ്പോഴാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ ഓർക്കുന്നു അന്ന് എനിക്ക് വയറുവേദന ഉണ്ടായത്. അത് എന്തിൻ്റെ വയറുവേദനയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ച് നേരം കടന്ന് നോക്കി PGയിൽ. അപ്പോൾ ഒന്ന് സെറ്റായിട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഓഫീസിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ബ്ലൂ കളറാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്കിപ്പോൾ നവരാത്രിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് കമ്പനിയിൽ പല ദിവസവും പല കളറാണ്. ഇന്നത്തെ കളറ് ബ്ലൂ ആണ്, റോയൽ ബ്ലൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്ലൂ ഇട്ടിട്ടാണ് പോണത്. എൻ്റെ ഇപ്പോഴും ഒരുപാട് ഡ്രസ്സുകൾ വീട്ടിലാണ്. ആദ്യം ഹോസ്റ്റലിലായിരുന്നു, പിന്നെ അമ്മ വന്ന് കൊണ്ടുപോയി. ഇനി പോയി ഈ ആഴ്ച അമ്മ അങ്ങോട്ട് കൊണ്ടുപോകും. കുറേ സാധനങ്ങളുണ്ട്, ഡ്രസ്സ് മാത്രമല്ല. അതൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് കിട്ടിയ സമാധാനമായിരുന്നു. അപ്പോൾ പോവാം. അതെ, പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ് ഡേയ്സിൽ ഓല് പറഞ്ഞ കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ബിക്കോസ് അന്ന് നവരാത്രി ആയതുകൊണ്ട് ഓർക്ക് അതിൻ്റെ തീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിങ്ങിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. അല്ലാതെ വർക്ക് ചെയ്യാൻ അവർക്ക് ഇതൊന്നുമില്ല. പോരാത്തിന് ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടെ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യാണ് കേട്ടോ. ഓൾസോ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോരാത്തിന് എന്നും സെയിം കളർ ഡ്രസ്സ് ഇട്ട് വന്ന് കഴിഞ്ഞാൽ ഫോട്ടോയും എടുത്തിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ ട്രെയിനിങ് ഡേയ്സ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് PGയിലോട്ട് പോവുകയാണ്. ട്രെയിനിങ് മോർണിംഗ് 9 to 6 ആയിരുന്നു. വർക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഈ 6 എന്നുള്ളത് 7 ആവാതെ വിടാതെയായി. പിന്നെ അന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടോ. പുറത്ത് പോയി മീൻസ് ഞങ്ങൾ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ചുറ്റോറും കുറേ ഫുഡിൻ്റെ ഷോപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതെ, സോപ്പ് പൊടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. സുഖമുള്ള കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ PGൻ്റെ അടുത്ത് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ദൂരക്ക് പോകേണ്ടി വരില്ല. ഈവൻ ഓഫീസ് ഞങ്ങൾ അടുത്തായതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് എൻ്റെ മുടി വളർന്നു കൂടുമെന്ന്. കാരണം ഇതിലും ഇപ്പത്തെയും മുടി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷവർമ്മ കഴിക്കാൻ പോയി. അന്നാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഷവർമ്മ ആ കടയിൽ നിന്ന് തിന്നത്. ബിക്കോസ് അന്ന് ആ ഷോപ്പിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വേറൊരു ഷോപ്പ് കണ്ടു. അവിടെ നല്ല കാത്തി റോൾസ് ഉണ്ട് കേട്ടോ. കാത്തി റോൾസ് അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആൻഡ് 80 rupees ഉള്ളൂ. നമ്മളെ വയറും ഫുള്ളാവും. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. ബൈ.